നമസ്കാരം. തൃശൂർ എം പി ടി.എൻ. പ്രതാപന്റെ ഒരു പ്രത്യേക മതവിഭാഗക്കാരോടുള്ള സ്നേഹം നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. താൻ എന്തുകൊണ്ടാണ് താടി വടിക്കാത്തതെന്നും മകൻ എന്തുകൊണ്ടാണ് ആഷിഖ് എന്ന് പേരിട്ടതെന്നും ടി.എൻ. പ്രതാപൻ തന്നെ മുൻപ് വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും പോപ്പുലർ ഫ്രണ്ട് സുഡാപ്പികളാണ് എം പി ടി.എൻ. പ്രതാപനെ നിയന്ത്രിക്കുന്നതെന്ന് BJP പറഞ്ഞാൽ വർഗീയത എന്ന് പറയുന്നവർ ഈ വീഡിയോ തീർച്ചയായും കാണണം. നമ്മളെല്ലാവരെയും ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് അങ്ങേയറ്റം ആദരവുള്ള ആത്മീയ നേതാവ് കാന്തപുരം ഉസ്താദിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ കാന്തപുരം ഉസ്താദിന്റെ പ്രാർത്ഥനയോടുകൂടി MP ആവാൻ അവസരമുണ്ടായ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടുകൂടി ചാവക്കാടിന്റെ മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ പാർലമെന്റിൽ പോയതിന് കാന്തപുരം ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ കൂടി ശക്തി ഉണ്ടായി എന്ന് ഞാൻ അഭിമാനത്തോടെ പങ്കുവെക്കുന്നു. താൻ പാർലമെന്റിലേക്ക് പോകാൻ കാരണം കാന്തപുരത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തി ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്ന തൃശൂർ MP ടി.എൻ. പ്രതാപനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. കോൺഗ്രസിന്റെ ഇസ്ലാമിക സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ടി.എൻ. പ്രതാപൻ. ടി.എൻ. പ്രതാപനെ തൃശൂരിൽ ജയിപ്പിച്ചത് അവിടുത്തെ ജനങ്ങൾ വോട്ട് നൽകിയത് കൊണ്ടല്ല, കാന്തപുരത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തി ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ്. ഇങ്ങനെയൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സ്നേഹിക്കുന്ന ടി.എൻ. പ്രതാപന്റെ ഇരട്ട താപ്പ് തന്നെയാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത്. സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണ കിരീടം നൽകിയതിനെ വിമർശിക്കുന്ന ടി.എൻ. പ്രതാപന്റെ മുസ്ലിം സ്നേഹം തന്നെയാണ് ഇതിലൂടെയും വെളിവാകുന്നത്. കൂടാതെ ന്യൂനപക്ഷ സംവരണത്തിൽ 80% മുസ്ലിങ്ങൾക്ക് നൽകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ലെന്ന ടി.എൻ. പ്രതാപന്റെ ലേഖനം കാസ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. ക്രിസ്ത്യാനികൾക്ക് 20%-ൽ കൂടുതൽ സംവരണം ആവശ്യമില്ലെന്നും അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് 80% സംവരണം നൽകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ലെന്നായിരുന്നു ടി.എൻ. പ്രതാപന്റെ പ്രസ്താവന. മറ്റു മതങ്ങളിലെ മതപഠനത്തിനും മറ്റും എന്ത് ആനുകൂല്യങ്ങളാണെന്ന് ലഭിക്കുന്നതെന്ന് അന്വേഷിക്കാൻ മുതിരാത്ത ടി.എൻ. പ്രതാപൻ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം എപ്പോഴും വാദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു തിയറി ഇന്ത്യ മുന്നണി തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലോ. അവരിട്ടാൽ അത് നിക്കറ്, BJP ഇട്ടാൽ അത് വള്ളിക്കളസമാകുമെന്ന് പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി ചെയ്താൽ അത് നിലപാട്. എന്നാൽ സുരേഷ് ഗോപി മുതൽ KS ചിത്ര വരെയുള്ളവർ ചെയ്താലോ അത് വർഗീയത. എന്തായാലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സ്നേഹിക്കുന്ന ടി.എൻ. പ്രതാപനെ തന്നെയാണ് നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.